അപ്പോൾ ഇന്ന് നമുക്ക് OP 10.0 ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സെഷൻ 4ലേക്ക് കടക്കാം. ഈ സെഷൻ സിലബസ് ഡീകോഡിംഗ് ആണ് for BCom program which provides infinite possibilities by LearnWise. Okay, once again warm welcome. എല്ലാവർക്കും LearnWise ഫാമിലിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാലു. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. എനിക്കൊപ്പം ഇന്ന് വാണി മാം അലോങ് വിത്ത് ഗായത്രി മാം ഉണ്ട്. വിത്ത് ഓൾ അതർ കൊളീഗ്സ്. ഞാൻ എല്ലാവരെയും സ്പെസിഫിക് നെയിം എടുത്ത് പറയുന്നില്ല. ബട്ട് ദേ ഓൾ ആർ ഹെൽപ്പിംഗ് ഔട്ട് അസ്. നമ്മൾ ഈ സെഷൻ മുന്നോട്ട് പോകാൻ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ വോം വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെഷനിലേക്ക് പോകാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു സെഷൻ 4 സിലബസ് ഡീകോഡിംഗ് OP 10.0. സോ ഇന്ന് നമ്മൾ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ടുഡേസ് ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ കോഴ്സിനെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോഴ്സ് വി ആർ ഡീകോഡിംഗ് കോഴ്സസ് ഇൻടു ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. അതായത് നിങ്ങൾ ഓരോ കോഴ്സ് കോഡും നമ്മൾ ഫർദർ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. Then we are looking into the mapping syllabus. Map syllabus to LearnWise materials. അതായത് LearnWiseന്റെ മെറ്റീരിയൽസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ലൈക്ക് recorded, help book, exampedia, assignment guide, previous year question paper, ultimate analysis. ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. Then provides build timeline clarity. അതായത് ഒരു ക്ലാരിറ്റി റിഗാർഡിംഗ് അസൈൻമെന്റ്സ്, എക്സാംസ് ആൻഡ് സ്റ്റഡി സ്ലോട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. And discover advanced support such as exam specialized, model exams, TE help desk, English enrichment program, happiness ambassador and upskilling. ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ് സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോമും റിസോഴ്സസും ആണ്. സോ അത് കൂടാതെ ഫൈനലായിട്ട് നമ്മുടെ എൻഡിൽ ഒരു ആക്ഷൻ ടാസ്കും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ യു ഹാവ് ടു ഫിൽ ഇറ്റ്. സോ ഇതാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. സോ ഇനി ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിലിങ്ങിന് ഞാൻ ഗായത്രി മാമിനെ ക്ഷണിക്കുകയാണ്. സോ ഹാൻഡിങ് ഓവർ ടു ഗായത്രി മാം ഫോർ ഡീറ്റെയിലിംഗ് ഓഫ് ഫർദർ. അപ്പം നമ്മള് ഇപ്പം ശാലുമാം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എന്താണ് ഇന്ന് സിലബസ് ഡീകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇന്ന് സിലബസ് ഡീകോഡിംഗിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇഗ്നു സിലബസ് എന്ന് പറയുന്നത് ഒരു 5 ലെയർ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ചില പ്രോഗ്രാംസ് ഇയർ വൈസ് ഉണ്ട്, ചില പ്രോഗ്രാംസ് സെമസ്റ്റർ വൈസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ BCom എന്ന് പറയുന്നത് ഇയർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മൾ എന്താ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ കോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ സബ്ജക്ട് എന്ന് പറയില്ലേ, സബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ കോഴ്സസ് എന്ന് പറയുന്നത്. ആ കോഴ്സസിന് ഓരോ കോഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ടൈറ്റിൽസ് ഉണ്ടാവും, അതിന് ഓരോ ക്രെഡിറ്റ്സും ഉണ്ടാവും. അതേപോലെ തന്നെ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പം ഒരു സബ്ജക്ട് പഠിക്കുമ്പം അതിനകത്ത് എന്താ മൊഡ്യൂൾ വൈസ് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് എന്ന് നമ്മൾ പറയും. അതേപോലെ നമ്മുടെ ഇഗ്നൂല് പറയുന്നതാണ് ബ്ലോക്ക് വൈസ് എന്ന്. അപ്പൊ ആ ബ്ലോക്ക് വൈസും നമ്മൾ എന്താണ് ഇവിടെ നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ്സ്. ഇനി ആ ഓരോ ബ്ലോക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ LearnWise ലാപ്പില് ഓരോ യൂണിറ്റ്സിനെ ലെസൺ ആയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓരോ ലെസണിനെയും ഓരോ യൂണിറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലെസൺ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ പഠിച്ചു, സബ്ജക്ട്സ് മൊത്തം പഠിച്ചു, അതിന്റെ ഫുൾ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫുൾ അതിന്റെ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സും TE ആണ്. TE എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ, നമ്മുടെ എക്സാംസും അതേപോലെ തന്നെ അസൈൻമെന്റ്സും. അപ്പൊ നമ്മൾ അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇഗ്നുവിന്റെ പ്രോഗ്രാം ഗൈഡിന്റെ എക്സാക്ട് റൂൾസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ ഒരു ക്വിക്ക് പൾസ് അല്ലെങ്കിൽ ഗ്രിഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, എത്ര വർഷം ഉണ്ടാവുമോ അതിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിന്ന് നോക്കാൻ പോകുന്നത്. മെയിൻലി നമ്മൾ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സും കാര്യങ്ങളും ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഡീകോഡിംഗ് BCom. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വരെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമുക്കൊരു തേർഡ് ഇയർ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ തേർഡ് ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഫോർത്ത് ഇയറിലേക്ക് പോവാം. തേർഡ് ഇയറിലേക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക.
4th ഇയറിലേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഹോണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുക. അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇനി PG പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 1 ഇയർ പഠിച്ചാൽ മതിയാവും. അതല്ല നമ്മൾ 3rd ഇയർ വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, PG പഠിക്കുകയാണെങ്കിൽ 2 വർഷമായിട്ട് നോർമൽ PG പോലെ പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇയർ 1ന്റെ സിലബസും കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമ്മുടെ ബികോമില് ഫസ്റ്റ് ഇയറിൽ നമുക്ക് 8 സബ്ജക്ട്സ് ആണ് പഠിക്കാനായിട്ട് ഉള്ളത്. 8 സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ BCOC 131 അതാണ് എന്ത്, ഓരോ സബ്ജക്റ്റിനും ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഒരു സബ്ജക്റ്റിന് ടൈറ്റിലും കോഡും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഓരോ സബ്ജക്റ്റിന്റെയും കോഡാണ് എന്ത്, ഈ BCOC 131 അങ്ങനെയുള്ളത്. അപ്പം BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, BCOC 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, അതൊരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ BEC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്, അതൊരു ഇന്റർഡിസിപ്ലിനറി കോഴ്സസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്, അതൊരു വൊക്കേഷണൽ കോഴ്സസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ BCOC 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, അതൊരു വൊക്കേഷണൽ കോഴ്സസിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ BEVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതൊരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ BEDS V101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇതില് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം പേപ്പർ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്, തിയറി പേപ്പേഴ്സ് ആയിരിക്കും വരിക. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരിക. ബാക്കിയെല്ലാം 100 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. എൻവയോൺമെന്റൽ സ്റ്റഡീസ് മാത്രമാണ് 50 മാർക്കിൻ്റെതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ എന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 18 മാർക്കാണായിരിക്കും എന്റെ പാസ് മാർക്ക് വരിക. അതൊരു OMR ഷീറ്റിലായിരിക്കും എന്ത് ചെയ്യാം നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്. പിന്നെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ആപ്പിൽ ഫുള്ളി അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ റിസോഴ്സസും കാര്യങ്ങളും വീഡിയോസും എല്ലാം നമ്മുടെ ആപ്പിൽ എന്തായിരിക്കും, ഫുള്ളി അവൈലബിൾ ആയിരിക്കും. പിന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു 13 hours ആണ്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് 13 hours ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് ഒരു 1 ക്രെഡിറ്റിൻ്റെത് കൊണ്ട് പറയുന്നത്. ഇതിൽ 6 ക്രെഡിറ്റ്സും അത് 4 ക്രെഡിറ്റ്സിന്റെ സബ്ജക്റ്റ് ഉണ്ട്. 6 4 ക്രെഡിറ്റ്സിന്റെതും 4 ക്രെഡിറ്റ്സിന്റെ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് നോക്കുകയാണെങ്കിൽ BCOC 133 ബിസിനസ് ലോ, അതുപോലെ തന്നെ BCOC 134 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതൊരു പ്രോബ്ലം പേപ്പർ ആണ് കേട്ടോ. അതുപോലെ BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, BCOC 136 ഇൻകം ടാക്സ് ആൻഡ് ലോ ആൻഡ് പ്രാക്ടീസസ്, അതും ഒരു പ്രോബ്ലം പേപ്പർ ആണ്. പിന്നെ BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, BCOS 185 എന്റർപ്രണർഷിപ്പ്, BCOS 184 ഇ-കൊമേഴ്സ്, അതുപോലെ BPAS 184 ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഇതും നമ്മുടെ ആപ്പിൽ ഫുള്ളി അവൈലബിൾ ആണ്. ദെൻ തേർഡ് ഇയറിലേക്ക് വരുമ്പം BCOC 135 കമ്പനി ലോ, അതുപോലെ BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഇതൊരു ഹാഫ് ഒരു പ്രോബ്ലം പേപ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ BCOC 138 കോസ്റ്റ് അക്കൗണ്ടിങ്, അതൊരു പ്രോബ്ലം പേപ്പർ ആണ്. പിന്നെ BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതും ഒരു പ്രോബ്ലം പേപ്പർ ആണ്. പിന്നെ CPI 102 റെസിഡൽ ഓഫ് കൺസ്യൂമർ ഗവർണൻസ്, BPCS 186 മാനേജിംഗ് സ്ട്രെസ്, BMS 01 ഇൻട്രൊഡക്ഷൻ ടു NGO മാനേജ്മെന്റ്, BECS 184 ഡേറ്റ അനാലിസിസ്. പിന്നെ ഒരു ഇന്റേൺഷിപ്പും ഉണ്ട്. ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് എന്നു വെച്ചാൽ ഒരു 1 month ഇന്റേൺഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. അത് സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല, അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു തേർഡ് ഇയർ ആവുമ്പോൾ നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ കാര്യം ആവുമ്പോഴേക്കും നമ്മുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അതായത് അസൈൻഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇനി 4th ഇയറിലേക്ക്, നമുക്ക് തേർഡ് ഇയർ കൊണ്ട് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ 4th ഇയറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് MCO for business environment, MCO1 organizational theory and behavior, MCO 021 managerial economics, MCO 024 business ethics and CSR, MMPF 006 management of financial services, MMPM 001 consumer behavior. പിന്നെ നമുക്ക് എന്താണ് ഒരു പ്രോജക്റ്റും കൂടെ
വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഒരു സിലബസ് മാപ്പിംഗ് ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ആ സബ്ജക്റ്റിനെ ആ ഒരു കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ അത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓരോ സബ്ജക്ട്സിന്റെയും അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം VCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അതിൽ യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ നേച്ചറും സ്കോപ്പും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 2 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ പഠിച്ച് പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തൊക്കെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 4 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ ബ്ലോക്ക് 2 വരുമ്പോൾ അക്കൗണ്ടിങ് പ്രോസസ് ആണ് പഠിക്കുന്നത്. അതിനകത്ത് 3 യൂണിറ്റ്സ് ആണുള്ളത്. ജേണൽ ആൻഡ് ലെഡ്ജർ, പിന്നെ സബ്സിഡറി ബുക്സ്, പിന്നെ ട്രയൽ ബാലൻസ്. പിന്നെ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ഫൈനൽ അക്കൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ 3 യൂണിറ്റ്സ് ആണുള്ളത്. ഒന്ന് ഡിപ്രീസിയേഷൻ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വാല്യൂ ചെയ്യുന്നത്, കാര്യങ്ങളാണ് നമ്മൾ ആ യൂണിറ്റിൽ പഠിക്കുന്നത്. പിന്നെ ഫൈനൽ അക്കൗണ്ട് 1, ഫൈനൽ അക്കൗണ്ട് 2 എന്നും പറഞ്ഞിട്ട് 2 യൂണിറ്റ്സ് നമുക്ക് ഉണ്ടാവും. ദെൻ ബ്ലോക്ക് 4 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഹയർ പർച്ചേസ് 1, ഹയർ പർച്ചേസ് 2 എന്നും പറഞ്ഞിട്ട് 2 യൂണിറ്റ്സ് ഉണ്ട്. ദെൻ ബ്രാഞ്ച് അക്കൗണ്ട് 1 ബ്രാഞ്ച് അക്കൗണ്ട് 2 എന്നും പറഞ്ഞിട്ട് 2 യൂണിറ്റ്സ് ഉണ്ട്. ദെൻ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്. കൺസൈൻമെന്റ് അക്കൗണ്ട് 1, കൺസൈൻമെന്റ് അക്കൗണ്ട് 2 എന്നും പറഞ്ഞിട്ട് 2 യൂണിറ്റ്സിൽ നമുക്ക് കൺസൈൻമെന്റ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് 17 നമുക്ക് ജോയിന്റ് വെഞ്ചർ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ ബ്ലോക്ക് 6 വരികയാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പൊ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു കമ്പനി ക്രിയേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ബ്ലോക്ക് 6 പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 18 എന്ന് പറയുന്നത് നമ്മളൊരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എങ്ങനെ ഇൻട്രൊഡക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 18 പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 19 എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് മാസ്റ്റേഴ്സ്. യൂണിറ്റ് 20 എന്ന് പറയുന്നത് വൗച്ചേഴ്സ്, എൻട്രീസ് ആൻഡ് ഇൻവോയ്സസ്. നമ്മൾ അത് എങ്ങനെ വൗച്ചേഴ്സിൽ എൻട്രി ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇൻവോയ്സ് ചെയ്യുന്നു എന്നുള്ളത്. ദെൻ യൂണിറ്റ് 21 എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 21 പഠിക്കുന്നത്. ദെൻ നമ്മൾ അടുത്ത സബ്ജക്ട് നോക്കുന്നത് BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്. അതിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്, ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്താണ്, അതിന്റെ ഇവാലുവേഷൻ എന്താണ്, ഒരു ഓവർവ്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നത്. പിന്നെ ടെക്നോളജി ഇന്നോവേഷൻസ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, എന്തൊക്കെ ടെക്നോളജീസ് ആണ് ഉള്ളത്, അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് സ്കിൽ ഡെവലപ്മെന്റിനകത്ത് പറയുന്നുണ്ടാവുക. പിന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് എത്തിക്സ്. അതുപോലെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ്. ഒരു ബിസിനസിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ്, എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ബിസിനസ് എന്റർപ്രൈസ്, ഒരു ഫോർമേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളത് ആണ് യൂണിറ്റ് 5 6 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവുക. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് പബ്ലിക് എന്റർപ്രൈസസ്. എന്താണ് പബ്ലിക് എന്റർപ്രൈസസ് എന്നുള്ളതും അതിന്റെ ഡിവിഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ യൂണിറ്റ് 7 പഠിക്കുന്നത്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, ഒരു MNC എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മൾ യൂണിറ്റ് 8 ദെൻ ബ്ലോക്ക് 3 മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ. നമ്മൾ പ്ലസ് ടുവിനും എല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലെ, എന്താണ് പ്ലാനിങ്, എന്താണ് ഓർഗനൈസിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിൽ യൂണിറ്റ് 9 എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഓർഗനൈസിങ്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൈസേഷൻ ആൻഡ് ഫോം ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ യൂണിറ്റ് 12 എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഒരു അതോറിറ്റി എങ്ങനെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഡീസെൻട്രലൈസേഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 12 പഠിക്കുന്നത്. യൂണിറ്റ് 13 എന്ന് പറയുന്നത് കൺട്രോൾ. ഒരു ഓർഗനൈസേഷന്റെ കൺട്രോൾ എന്തൊക്കെയാണ്, അതിന്റെ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 13 പഠിക്കുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ കോർഡിനേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് യൂണിറ്റ് 14 പഠിക്കുന്നത്. യൂണിറ്റ് 15 മോട്ടിവേഷൻ, യൂണിറ്റ് 16 ലീഡർഷിപ്പ്, യൂണിറ്റ് 17 ടീം ബിൽഡിംഗ്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്.
ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ ഫങ്ഷണൽ ഏരിയാസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. അതിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇത് മൂന്നും യൂണിറ്റ്സ് ആയിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. അടുത്ത സബ്ജക്റ്റ് ആണ് BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് റീറ്റെയിൽ സിനേറിയോ, എന്തൊക്കെ സിനേറിയോസ് ആണ് ഒരു റീറ്റെയിൽ ബിസിനസ് അല്ലെങ്കിൽ റീറ്റെയിലേക്ക് വരുമ്പോൾ ഉള്ളതെന്നുള്ളത്. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ റീറ്റെയിൽ കൺസ്യൂമേഴ്സ് ആരാന്നുള്ളത്. യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ റീറ്റെയിൽ എന്തൊക്കെ ഫോമാറ്റ് ഉണ്ടെന്ന്. ഒരു റീറ്റെയിലിന് പല ഫോമാറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതെന്താണെന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 3 പഠിക്കുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസേഷൻ ആണ് യൂണിറ്റ് 4 പഠിക്കുന്നത്. യൂണിറ്റ് 5 സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസേഷൻ. ഇപ്പൊ നമ്മൾ അത് കൊമേഴ്സിലേക്കൊക്കെ പോകുമ്പോൾ അതെങ്ങനെ വിഷ്വലി നമ്മൾ ആപ്ലിക്കബിൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 5 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ്. അതേപോലെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് ലീഗൽ എൻവയോൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ്. പിന്നെ യൂണിറ്റ് 8 എന്ന് പറയുന്നത് ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗിൽ എന്തൊക്കെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 8 പഠിക്കുന്നത്. യൂണിറ്റ് 9 എന്ന് പറയുന്നത് റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ റീറ്റെയിലിംഗ്. അതുപോലെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രീസ്. അതുപോലെ യൂണിറ്റ് 11 എന്ന് പറയുന്നത് എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് ആൻഡ് യൂണിറ്റ് 12 എന്ന് പറയുന്നത് റീറ്റെയിൽ ടെർമിനോളജി. ഇത്രയും ഒരു യൂണിറ്റ് 12 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താണ് BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിനകത്ത് പഠിക്കുന്നുണ്ടാവാം. ദെൻ BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്, അതാണ് അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത്. അതിൽ ബ്ലോക്ക് 1 ആണ് ഇൻട്രൊഡക്ഷൻ. അതിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ യൂണിറ്റ് 1 ആണ് എന്താണ് എക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് എക്കണോമി, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റ് 1 യൂണിറ്റ് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. ഒരു ഡിമാൻഡ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ സപ്ലൈ എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് യൂണിറ്റ് 2 യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രാക്ടീസസ്. ഓക്കെ, ദെൻ നമ്മൾ ബ്ലോക്ക് 2 വരുമ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഒരു കൺസ്യൂമറിന്റെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു എക്കണോമിയിൽ ഒരു മാർക്കറ്റിൽ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയേഴ്സ് എന്താണെന്നുള്ളത് നോക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അതിൽ 2 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ചും ഒന്ന് കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ചും. ഈ 2 അപ്രോച്ചസ് ആണ് 2 യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയാം. അതിൽ 3 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്. യൂണിറ്റ് 7 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ വിത്ത് 2 and more വേരിയബിൾ ഇൻപുട്സ്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ 3 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ. അതിൽ 4 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒരു ഇക്വിലിബ്രിയം, ഒരു ഫോമും ഇൻഡസ്ട്രിയും ഒരു കറക്റ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവണം അല്ലെ. അപ്പൊ അതെന്താണ് കാര്യങ്ങൾ, അതിന്റെ ആസ്പെക്ട്സും കാര്യങ്ങളും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് മൊണോപ്പൊളി, ഒരു പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസിന്റെ കാര്യങ്ങൾ പഠിക്കുന്നതാണ് യൂണിറ്റ് 10. പിന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പിന്നെ ഒലിഗോപ്പൊളി ആണ്. അങ്ങനെ 4 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ബ്ലോക്ക് 4 പഠിക്കുന്നത്. ബ്ലോക്ക് 5 ഫാക്ടർ മാർക്കറ്റ് ആണ് പഠിക്കുന്നത്. അതിൽ ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ്, ലേബർ മാർക്കറ്റ്, ലാൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 യൂണിറ്റ്സ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. പിന്നെ ബ്ലോക്ക് 6 വെൽഫെയർ മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 60 എന്ന് പറയുന്നത് വെൽഫെയർ, അലോക്കേറ്റിംഗ് എഫിഷ്യൻസി ആൻഡ് ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻ ദ ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ബ്ലോക്ക് 6 പഠിക്കാനുള്ളത്. ദെൻ നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് അടുത്തത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എന്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതല്ലെങ്കിൽ എന്താണ് ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ഓവർവ്യൂ ആണ് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ബ്ലോക്ക് 2 ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. നമുക്ക് കുറെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാവും അല്ലെ. എമർജിങ് ചെയ്തു വരുന്ന കുറെ ഇഷ്യൂസും കൺസേൺസും ചലഞ്ചസും ഒക്കെ ഉണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ്. അതിന് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസും പ്രാക്ടീസസിനെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ബ്ലോക്ക് 4 എന്ന്
പറയുന്നത്. അതിൽ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അവ എൻവയോൺമെന്റ്, എക്കോസിസ്റ്റം, മേജർ എക്കോസിസ്റ്റം. എന്തൊക്കെയാണ് എക്കോസിസ്റ്റംസ് ഉള്ളത്, അതിലെ മേജർ എക്കോസിസ്റ്റംസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആ ബ്ലോക്ക് 1 പറയുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ 4 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്താണെന്നുള്ളത്, അതുപോലെ ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കാര്യങ്ങൾ, അതേപോലെ ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത്, എനർജി റിസോഴ്സസ് എന്താണെന്നുള്ളത്, അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 3 വരുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്താണെന്നുള്ളതാണ്. അതിലൊന്ന് ബയോഡൈവേഴ്സിറ്റിയുടെ ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻസ് എന്താണെന്നുള്ളത്, എൻവയോൺമെന്റ് പൊല്യൂഷൻസ് ആൻഡ് ഹസാർഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ ഒരു വേസ്റ്റ് വരികയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആണെന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ്, അതുപോലെ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റൽ എത്തിക്സ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് 4 പഠിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് ആണ് BED-SV 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ആ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ള ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് 1 പഠിക്കുന്നത്. ബ്ലോക്ക് 2 വരികയാണെങ്കിൽ ചേഞ്ചിങ് കൾച്ചേഴ്സ് ആൻഡ് ഹ്യൂമൻ വാല്യൂസും അതേപോലെ തന്നെ ഒരു ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പം ഡേ ടു ഡേ അല്ലെങ്കിൽ ഓവർ ദ ടൈം എന്താണ് ഓരോ കൾച്ചേഴ്സ് ചേഞ്ച് ആയി വരും അല്ലെ, ആ ഡീറ്റെയിൽസ് പഠിക്കുന്നതാണ് ബ്ലോക്ക് 2 ബ്ലോക്ക് 3 വരുമ്പോൾ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് 5 സോഷ്യൽ ഇൻഗേജേഴ്സ് ആയിട്ട് നമ്മൾ 5 ബ്ലോക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് BED-SV 101 വാല്യൂ എഡ്യൂക്കേഷൻ പഠിക്കുന്നത്. അതിൽ നമ്മൾ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. അതിൽ യൂണിറ്റ് 1 സോഷ്യൽ മാലേഴ്സ് ആൻഡ് ദ നീഡ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ, എന്തൊക്കെയാണ് വാല്യൂ എഡ്യൂക്കേഷന്റെ നീഡ്സും കാര്യങ്ങളും എന്നുള്ളതാണ് യൂണിറ്റ് 1 പഠിക്കുന്നത്. യൂണിറ്റ് 2 പോവുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത്. യൂണിറ്റ് 3 പോവുകയാണെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. അതായത് യൂണിറ്റ് 4 പറയുകയാണെങ്കിൽ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി. അങ്ങനെ 4 യൂണിറ്റ്സ് ആണ് നമ്മൾ എന്ത് പഠിക്കുന്നത് ബ്ലോക്ക് 1 പഠിക്കുന്നത്. ദെൻ നമ്മൾ ബ്ലോക്ക് 2 പോവുകയാണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, അതുപോലെ തന്നെ വാല്യൂസ് എൻസ്ട്രീംഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, പിന്നെ കൾച്ചറൽ പ്യൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ദെൻ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്താ ബ്ലോക്ക് 2 പഠിക്കാനുള്ളത്. ദെൻ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തിയറീസ് ഓഫ് ഗുഡ്നെസ് ഉണ്ടാവും, തിയറീസ് ഓഫ് കണ്ടന്റ് ഉണ്ടാവും, റീസൺസ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൻ കണ്ടന്റ് ഉണ്ടാവും, പിന്നെ ക്യാരക്ടേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് 4 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ബ്ലോക്ക് 3 പഠിക്കാനുള്ളത്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, അതിൽ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, അതുപോലെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻ, പിന്നെ പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ 4 യൂണിറ്റ്സ് ആണ് നമ്മൾ ബ്ലോക്ക് 4 പഠിക്കാനുള്ളത്. പിന്നെ ബ്ലോക്ക് 5 വരുമ്പം സോഷ്യൽ ലിങ്കേജസ്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നതാണ് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ആൻഡ് നെയ്ബർഹുഡ്. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് പിയർ. യൂണിറ്റ് 3 എന്ന് പറയുന്നത് റോൾ ഓഫ് പേരൻസ്. അതുപോലെ തന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. അങ്ങനെ 5 ബ്ലോക്ക് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വാല്യൂ എഡ്യൂക്കേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ഒരു പുകമറയായിരിക്കും, ഒന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ ഇതെന്തോ വലിയ ഒരുപാടുള്ളതുപോലൊക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അതൊന്നും ഇതാക്കണ്ട. ഇപ്പം നമ്മൾ സിലബസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഓവർവ്യൂ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പം ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ സബ്ജക്റ്റിനകത്തുള്ളതും. ഇപ്പൊ നമുക്ക് ഡീകോഡ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട സമയത്ത് നമ്മൾ ഒറ്റ സ്ട്രക്റ്റിൽ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കുറെ പേരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ കണ്ടതുപോലെ ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് പഠിച്ച് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് 2 സബ്ജക്ട്സും കൂടെ ഉണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്സും, ഒന്ന് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പും. അത് നമ്മൾ ഇതുപോലെ തന്നെ 4ഉം 5ഉം ബ്ലോക്ക് ആയിട്ടാണ് ഓരോന്നിനകത്തും വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഇതെല്ലാം പഠിച്ചു. ഇനിയിപ്പം നമ്മൾ സബ്ജക്ട്സ് എല്ലാം കണ്ടു, നമ്മുടെ സബ്ജക്റ്റിന്റെ സിലബസ് നോക്കി, അതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കി. ഇതുകൊണ്ട് മാത്രമായില്ല. ഇനി നമ്മുടെ ഒരു
കംപ്ലീഷൻ ആവണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളും കൂടെ ചെയ്യണം. അതിലൊന്നാണ്, ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ, ഇപ്പം 1 ഇയറിൽ നമുക്ക് 8 സബ്ജക്ട് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്താണ് 8 അസൈൻമെന്റ് വെക്കണം. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആ സ്റ്റഡി സെന്ററിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അസൈൻമെന്റ് വെക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത് ഇപ്പൊ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം വരിക അടുത്ത ജൂണിലായിരിക്കും എക്സാം വരിക. ജൂൺ 2026 എക്സാം വരിക. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് വെക്കേണ്ടി വരിക ഒരു എൻഡ് ഓഫ് ഒരു മാർച്ച് ഏപ്രിൽ സമയത്തായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് വരിക. അത് നമ്മുടെ അതാത് സ്റ്റഡി സെന്ററിൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അസൈൻമെന്റ് പ്രിന്റ് ഔട്ട് അല്ല, നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ നമ്മൾ എഴുതി വേണം എന്ത് ചെയ്യാനായിട്ട്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അസൈൻമെന്റ് അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതേപോലെ തന്നെ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നമ്മുടെ ഇഗ്നു അവരുടെ സൈറ്റിൽ, ഇഗ്നുവിന്റെ സൈറ്റിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യും. ആ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് അസൈൻമെന്റിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനിയിപ്പം നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ കോപ്പി ആയിട്ട് എടുത്ത് കയ്യിൽ വെക്കുന്നത് ആണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും അത് കാണാതെ പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിട്ടിയില്ല കണ്ടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ് സൈഡിനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കയ്യില് നമ്മൾ വെക്കുന്ന അസൈൻമെന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കയ്യിൽ കരുതാം. ഓക്കെ, പിന്നെ നമ്മൾ ഇനി അസൈൻമെന്റ് വെക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി സെന്ററിൽ വെക്കുമ്പോൾ അവിടെ കോർഡിനേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര സബ്ജക്ട്സ് വെച്ചു അല്ലെങ്കിൽ ഇത്ര അസൈൻമെന്റ് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പും നമുക്ക് കിട്ടും. അതും മേടിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ നമ്മൾ അസൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അക്കാഡമിക് കൗൺസിലേഴ്സ് കറക്റ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നോക്കിയിട്ട് വരുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമ്മൾ അസൈൻമെന്റ്സ് വെച്ച് വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് സ്റ്റഡി സെന്റർ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ അസൈൻമെന്റ്സ് വേണ്ടവർക്ക് അസൈൻമെന്റ്സ് തിരിച്ചു മേടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു മിനിമം 30 പേപ്പറെങ്കിലും അല്ലെങ്കിൽ പേജസ് എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ അസൈൻമെന്റ് ആയിട്ട് എഴുതണം. അസൈൻമെന്റിന് പാസ് മാർക്ക് ഉണ്ട് 35%, അതിന് മുകളിലോ അസൈൻമെന്റിന് എന്ത് ചെയ്യണം, പാസ്സായാൽ മാത്രമേ നമുക്ക് അതിന്റെ എക്സാം ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അത് 35-ന് താഴെയാണ് മാർക്ക് കിട്ടുന്നത്, ശതമാനത്തിന് താഴെയാണെങ്കിൽ നമ്മൾ രണ്ടാമതും ഒന്നുകൂടെ അസൈൻമെന്റ് വെക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ അസൈൻമെന്റിന് പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സബ്ജക്റ്റിന്റെ എക്സാം എഴുതാൻ പറ്റൂ. അടുത്തൊരു ഒരു ഏരിയ ആണ് ടേം ആൻഡ് എക്സാമിനേഷൻ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. എക്സാമും ഇതേപോലെ ഇയറിൽ 2 വർഷമായിട്ടാണ് ഇഗ്നു നടത്തുന്നത്, ജൂണിലും ഡിസംബറിലും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ എക്സാം വരിക അടുത്ത ജൂണിലായിരിക്കും എക്സാം വരിക. അപ്പൊ എക്സാം എന്ന് പറയുന്നതും ഒരു ഒരു ജൂണിലാണെങ്കിൽ നമ്മൾ അസൈൻമെന്റ് വെക്കേണ്ടി വരിക മാർച്ച് ഏപ്രിൽ സമയത്തായിരിക്കും. അതിന് പുറമെ നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഫോമും ഉണ്ടാവും. അതൊരു 2 മാസം, ഇപ്പം ജൂണിലാണെങ്കിൽ ഒരു ഏപ്രിൽ സമയത്തായിരിക്കും നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവുക. എക്സാം രജിസ്ട്രേഷൻ ഫോമിൽ നമുക്ക് എഴുതുന്ന സബ്ജക്ട്സിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിന് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. എക്സാം രജിസ്ട്രേഷൻ സെന്റർ നമുക്ക് നമ്മുടെ സ്റ്റഡി സെന്റർ അല്ലാതെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എക്സാം സ്റ്റഡി സെന്റർ ആയിട്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടാണ് എന്നും പറഞ്ഞ് നമ്മൾ സ്റ്റഡി സെന്റർ എടുത്തു, പക്ഷെ എക്സാമിന്റെ സമയത്ത് ഞാൻ തിരുവനന്തപുരത്താണ് എന്നും പറഞ്ഞിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. തിരുവനന്തപുരത്താണെങ്കിൽ നമ്മുടെ എക്സാം സെന്റർ നമുക്ക് എന്ത് ചെയ്യാം, തിരുവനന്തപുരത്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എക്സാം രജിസ്ട്രേഷൻ ഫോം വരുന്ന സമയത്ത് നമ്മൾ എവിടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടാണോ അവൈലബിലിറ്റി ആയിട്ടുള്ളത് അവിടുത്തെ സ്ഥലത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെന്റർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ എക്സാമിനും പാസ് മാർക്ക് ഉണ്ട്. എക്സാമിനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, 35 മാർക്ക് അല്ലെങ്കിൽ 35% അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് മേടിച്ചാലായിരിക്കും നമ്മൾ എക്സാമിനും എന്ത് ചെയ്യുക, പാസ് ആവുള്ളൂ കേട്ടോ. ഇനി ഒരു ഫൈനൽ റിസൾട്ട് ഫോർ തിയറി കോഴ്സസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അസൈൻമെന്റും അതേപോലെ തന്നെ എക്സാം എന്ന് പറയുന്നതും ഇന്റർ കണക്റ്റഡ് ആണ് നമുക്ക് മനസ്സിലായി. അസൈൻമെന്റ് വെച്ചാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ നമ്മുടെ എക്സാമിൻ്റെതും അതുപോലെ തന്നെ അസൈൻമെന്റ്സിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്കിനെ, ടോട്ടൽ മാർക്കിനെ 30 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ എക്സാമിന്റെ മാർക്കിനെ 70 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും.
എന്നിട്ട് ഓൾ ടോട്ടൽ 100 മാർക്കിൽ നമുക്ക് 35% മാർക്ക് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലായിട്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് പാസ് ആവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ യൂണിറ്റ് വൈസ് റിസോഴ്സസ് നോക്കാം. ഇപ്പൊ നമ്മൾ എക്സാമിനെ കുറിച്ച് പഠിച്ചു, എക്സാമിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലെ. ഇനി നമ്മുടെ ആ യൂണിറ്റ് വൈസ് നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അതിലൊന്ന് നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയവർക്കാർക്ക് അറിയായിരിക്കും, റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിരിക്കും മെയിൻലി നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആവാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് വൈസിനെ നമ്മൾ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും, യൂണിറ്റിനെ ലെസൺ വൈസ് തിരിച്ചിട്ടുണ്ടാവും. ആ ലെസൺ വൈസ് ആയിരിക്കും നമുക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിരിക്കും അവൈലബിൾ ആവുക. അതേപോലെ തന്നെ നമുക്ക് ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മറൈസ്ഡ് നോട്ട്, ഒരു വാല്യൂ ആഡഡ് നോട്ടും നമുക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു SLM കൂടെ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഗ്നുവിന്റെ ടെസ്റ്റിന്റെ സോഫ്റ്റ് കോപ്പിയാണ്, അപ്പൊ അതുവഴിയും ഗോ ത്രൂ ചെയ്ത് പഠിക്കാവുന്നതാണ്. ദെൻ നമുക്ക് എക്സാം പീഡിയ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. ദെൻ അതെന്ന് വെച്ചാൽ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നമ്മുടെ കൺസെപ്റ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ് എക്സാം പീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇത്രയാണ് നമ്മുടെ ഒരു സിലബസ് ഡീകോഡിങ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും, ഇനി നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ലേൺ വൈസ് ത്രൂല് ഉള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സ്പോട്ട്ലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശാലു മാമിനെ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഗായത്രി. അപ്പൊ ഗായത്രി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മള് ഇപ്പോ ഒരു പ്രോഗ്രാം എങ്ങനെയാണ്, അതായത് ബികോം പ്രോഗ്രാം ജനറലി എങ്ങനെയാണ് കോഴ്സ് കോഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഗായത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇത് പ്രോഗ്രാം റിലേറ്റഡ് ആണ്. അതായത് പ്രോഗ്രാം എന്തൊക്കെയാണ്, പ്രോഗ്രാം എങ്ങനെയാണ്, അസൈൻമെന്റ്സ് എങ്ങനെയാണ്, TE എക്സാംസ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ലേൺ വൈസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് പാത്ത് മെത്തേഡ്സ് നോക്കാം. ഫാസ്റ്റ് ട്രാക്ക് പാത്ത് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇൻ കേസ് ഒരു ബിസി വർക്ക് ആണെന്ന് വിചാരിക്കുക, ഒരു ബിസി വർക്ക് ഷെഡ്യൂൾ ഉള്ള ഒരാളാണ്, അപ്പൊ എല്ലാ ദിവസവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സമയം നൽകാൻ പറ്റുന്നില്ല പഠിത്തത്തിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബിസി വീക്ക് ഉള്ള ആള് ഈ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ഞാൻ തോന്നുന്നു ഓൺബോർഡിംഗ് സമയത്ത് മെന്റേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയായിരിക്കാം. ആ റെക്കോർഡഡ് ലെക്ചർ സെക്ഷൻസ് നമ്മൾ എങ്ങനെ ഒരു വീക്കിൽ, ഒരു ബിസി വീക്കിൽ എങ്ങനെ കാണണം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഒരു റെക്കോർഡഡ് സെക്ഷൻ ഒരു 1.25 ടൈംസിന്റെ ഒരു സ്പീഡ് ലിമിറ്റ് ഇട്ടിട്ട് കാണാൻ ശ്രമിക്കാം. അലോങ് വിത്ത് ഹെൽപ്പ് ബുക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും. അത് തന്നെയാണ് ഹെൽപ്പ് ബുക്ക്. അതിന്റെ സമ്മറിയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു പെട്ടെന്നുള്ളൊരു ബിസി വീക്കിനെ കവർ ചെയ്യാൻ പറ്റിയ, എന്നാൽ നമുക്ക് ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ, സ്റ്റഡീസിൽ കോംപ്രമൈസ് ചെയ്യാതെ ആ കൺസെപ്റ്റ്സ് ഒക്കെ ഫുൾ കവർ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു ബിസി വീക്ക് ആണെങ്കിൽ ഈ ഫോർമാറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ കംസ് ഇനിയിപ്പോ എക്സാം നിയർ ആയിട്ടുള്ള സമയം. നമുക്കറിയാം പല മേഖലകളിൽ നിന്ന് വരുന്നവരാണ്, ഹൗസ് വൈഫ്സ് ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ സമയം പറ്റണം എന്നില്ല. ദാറ്റ് ഡസന്റ് മീൻ സമയം കണ്ടെത്താതെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നല്ല. ബട്ട് ഇൻ കേസ് അങ്ങനെ ഒരു എക്സാം നിയറർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ you have to keep your time for your studies, but in case exam നിയറർ ആയിട്ടുള്ള സമയത്ത് നമ്മൾ കൂടുതൽ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് എക്സാം പീരിയഡ്. എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാ യൂണിറ്റ്സിന്റെയും അണ്ടറിൽ എക്സാം പീരിയഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സാം പീരിയഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു മെത്തേഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഹെൽപ്പ് ബുക്കിൽ നിന്ന് ഒരു 2 ആൻസേഴ്സ് എങ്കിലും ഒന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകാൻ മാക്സിമം ശ്രമിക്കുക. ആൻഡ് ഇതൊരു റീപ്ലേസ്മെന്റ് അല്ല, ബട്ട് ഇൻ കേസ് ഇഫ് യു ആർ ബിസി ആൻഡ് എക്സാം നിയർ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു ടഫ് കൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കുക, നമുക്കൊരു കാര്യം ഒട്ടും മനസ്സിലാവുന്നില്ല, എത്ര വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിന് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനെങ്കിൽ, അങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം, അതിനെങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഹെൽപ്പ് ബുക്കിന്റെ റെഫറൻസ് വെച്ചിട്ടും അതിന്റെ ഡെഫിനിഷൻസ് വെച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡെഫിനിഷൻസും ഡയഗ്രാംസും ഒക്കെ ഹെൽപ്പ് ബുക്കിൽ പ്രൊവൈഡഡ് ആണ്.
അത് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. പിന്നെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ടല്ലോ, ആ റെക്കോർഡഡ് ലെക്ചേഴ്സ് സ്പീഡപ്പ് ചെയ്യാതെ വളരെ സാവകാശം സമയം എടുത്തിട്ടൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് പയ്യെ അനലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ദെൻ അൾട്ടിമേറ്റ്ലി ദ എക്സാം പീരിയഡ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സാം പീരിയഡ്. ലേൺവൈസിന്റെ എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാം പീരിയഡ്. അത് നിങ്ങൾ ഒരുപാട് എക്സാം ടൈമിനും ബാക്കിയുള്ള സ്റ്റഡീസിനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് എക്സാമിന്റെ പാറ്റേൺ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ടഫ് കോൺസെപ്റ്റ്, അതായത് ടഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവുന്നതാണ്. ദെൻ കംസ് നമുക്ക് മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, അതായത് പോസ്റ്റ് സ്റ്റഡി സ്റ്റാർട്ട് ടൂൾസ് എന്ന് പറയും, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ലേൺവൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ്. അതായത് നിങ്ങൾ ഇപ്പൊ ഒരു ബികോം പ്രോഗ്രാമിൽ ചേർന്നു, പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സ്റ്റിൽ ആൻഡ് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് റിവൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ്. അതായത് ഫാക്കൽറ്റീസ്, എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് വളരെ കൺസെപ്റ്റ് പരമായിട്ട്, അതായത് വളരെ കൺസെപ്റ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നതും ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ് റെക്കോർഡഡ് സെഷൻ. ദാറ്റ് ഇസ് ദ ബേസിക് ഓഫ് അവർ സ്റ്റഡി. നമുക്ക് ബേസിക് അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 1.25 സ്പീഡിൽ ഇട്ടിട്ട് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക ഒരു ഷോർട്ട് ടൈമിലേക്ക്. പിന്നെ കീവേഡ്സ്, നമുക്ക് എന്തെങ്കിലും കീവേഡ്സ് വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് അത് കേൾക്കാൻ ശ്രമിക്കുക. ദെൻ ആഡ് ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്തിട്ട് നമ്മളത് വിശദമായിട്ടൊന്ന് നോക്കാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ലൈവ് റിവിഷൻ സെഷൻ, അതായത് ലൈവ് റിവിഷൻ സെഷൻ ഇത് എക്സ്ക്ലൂസീവ്ലി മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഫെസിലിറ്റി എടുത്തവർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈവ് റിവിഷൻ സെഷൻ നിങ്ങൾക്ക് ഇതിന് പുറമെ പ്രൊവൈഡഡ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ ലൈവ് റിവിഷൻ സെഷനിൽ വരുമ്പോൾ നിങ്ങൾ ഈ സംശയങ്ങൾ തോന്നി വെച്ചിരിക്കുന്ന, അതായത് സംശയങ്ങൾ, ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസോ വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് റിവിഷൻ സെഷനിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഈസി ആയിട്ട് അത് പറഞ്ഞ് സഹായിക്കാൻ പറ്റും. യു ക്യാൻ ആസ്ക് ടു us. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലൈവ് റിവിഷൻ സെഷനിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ബട്ട് അത് മെന്റർഷിപ്പ് എടുത്തവർക്ക് മാത്രമുള്ള ഒരു ഫെസിലിറ്റിയാണ്. ആൻഡ് ദി അതേഴ്സ് ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ആപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം ആവട്ടെ, അതായത് കണ്ടന്റിന്റെ പ്രോബ്ലം ആകട്ടെ, എന്തും ആകട്ടെ, ദാറ്റ് വിൽ ബി സോൾവ് ബൈ LSEs. അതിന്റെ കേസ് അപ്പൊ വിത്തൗട്ട് മെന്റർഷിപ്പ് ഉള്ളവർക്ക് അത് സോൾവ് ചെയ്യാൻ LSEസും അവൈലബിൾ ആണ്. ദെൻ കംസ് ഹെൽപ്പ് ബുക്ക് വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ലെക്ചേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ, അതായത് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഈ വാല്യൂ ആഡഡ് യൂണിറ്റ്സ്. അത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലീൻ എക്സാം റെഡി എക്സ്പ്ലനേഷൻസ് തരും. അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് നമുക്ക് എക്സാമിന് എങ്ങനെ ഒരു ആൻസർ എഴുതണമെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് തരാൻ ഹെൽപ്പ് ബുക്കിന് സാധിക്കും. അതിൽ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഓവർവ്യൂ ഉണ്ടാകും, അതിൽ കീ ടേംസ് ഉണ്ടാകും, ഷോർട്ട് എക്സാമ്പിൾസ് എല്ലാം വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഹെൽപ്പ് ബുക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കൊരു ഈച്ച് ഡെഫിനേഷൻ ഒരു ട്വീറ്റ് ലെങ്ത് ലൈനിൽ നമ്മൾ എന്താ പറയുന്ന പഠിച്ച്, അതായത് നോട്ട് ചെയ്ത് പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ദെൻ കംസ് എക്സാം പീരിയഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരെയും ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സാം പീരിയഡ്. അതായത് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നും പറയും. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അലോങ് വിത്ത് സോൾവ്ഡ് ആൻസേഴ്സും ഉള്ളതാണ് എക്സാം പീരിയഡ്. ഈ എക്സാം പീരിയഡ് നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് നമ്മൾ ഡിക്കോഡ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, പ്രീവിയസ് ഇയറിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നതാണ് എക്സാം പീരിയഡ്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ എക്സാം പീരിയഡും കവർ ചെയ്ത് പോകാൻ എപ്പോഴും ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 ആൻസർ എങ്കിലും എക്സാം പീരിയഡ് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് യു ലോട്ട് ഇൻ യുവർ TE എക്സാംസ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒരു മിററിംഗ് പോലെ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ ഈസി ആയിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. ആൻഡ് ഡൗട്ട്സും കാര്യങ്ങളും മെന്റർഷിപ്പ് ഉള്ളവർക്ക് മെന്റേഴ്സിനോട് കൂടുതൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്ത് തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് എക്സാം പീരിയഡ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ കംസ്
അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. ഇതൊരു ലൈഫ് സേവർ പോലെയാണ് നിങ്ങൾക്ക്. ശരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ്സ് വരുമ്പോൾ അത് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും. ബിക്കോസ് ഫെസ്റ്റി പ്രോഗ്രാമിലേക്ക് അഡ്മിറ്റ് ആവുന്ന ആളുകളാണ്. സോ വി ഹാവ് എക്സ്ക്ലൂസീവ്ലി അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്ന് ക്ലാരിഫൈ ആയിട്ട് പറയുന്നതാണ്. സോ നമുക്ക് അത് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ അസൈൻമെന്റ്സ് എക്സലന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. സോ മേക്ക് മാക്സിമം പോസിബിൾ യൂസ് ഓഫ് ദാറ്റ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ എക്സാമിലേക്ക് അടുക്കുമ്പോൾ പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എത്ര പേർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോൾ ശരിക്കും മനസ്സിലാവും. ബിക്കോസ് പഴയ, അതായത് പ്രീവിയസ് ഇയർലി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്, അതിന് ഈ പ്രാവശ്യം എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതിന്റെ എന്താ പറയുന്ന ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യനില് ആ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ടോപ്പ് ആയിട്ട് നമ്മളൊരു 10 or 15 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസിന്റെ റിപ്പീറ്റ് ചെയ്യാൻ, ഇനി വരുന്ന എക്സാമിന് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി എത്ര ഉണ്ടെന്നൊക്കെ നമ്മൾ അത് സ്പെസിഫിക് ആയിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് അലോങ് വിത്ത് നിങ്ങൾക്ക് ഇതിന്റെ ശേഷം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് കഴിയുമ്പോൾ ഒരു മോക്ക് പേപ്പറും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ലൈക്ക് ദാറ്റ് എന്നു പറഞ്ഞാൽ ഒരു പ്രോബബിലിറ്റി, അതായത് ശരിക്കും ഒരു മിറർ പേപ്പർ നിങ്ങൾക്ക് ഒരു എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പേപ്പറും കൂടെ, അതായത് ഒരു പരീക്ഷയുടെ ഒരു മിനി മോഡൽ പേപ്പർ പോലെ ലഭിക്കും. അതും നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ TE എക്സാമിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ കംസ് ഇനി മെന്റർ ആൻഡ് കെയർ, അതായത് വിത്ത് മെന്റർഷിപ്പ് എടുത്തവർക്കുള്ള ഒരു എക്സ്ട്രീംലി സ്പെഷ്യൽ അവർക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ലൈവ് സെഷൻസും എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും. ലൈവ് സെഷൻസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മെന്റർഷിപ്പ് അഡോപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ലൈവ് റിവിഷൻ സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മനസ്സിലാത്ത കൺസെപ്റ്റോ ഒക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് നമ്മളോട് ചോദിക്കാം ആൻഡ് വി വിൽ ഗിവ് യു ദി ആൻസർ. അപ്പോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ശരിക്കും ഈ ലൈവ് റിവിഷൻ സെഷൻസ് ഒക്കെ വരുന്നത്. സോ ദാറ്റ്സ് ഫോർ മെന്റർഷിപ്പ് 1. ദെൻ എക്സാം സ്പെഷ്യലൈസേഷൻ. എക്സാം അടുക്കുമ്പോൾ TE അടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇതേപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈവ് റിവിഷൻ സെഷൻസ്. ഇത് രണ്ടും മെന്റർഷിപ്പിന്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വിത്ത് മെന്റർഷിപ്പ് എടുത്ത ആളുകൾക്ക് ഉള്ളതാണ് കേട്ടോ. ദെൻ കംസ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വിത്ത് മെന്റർഷിപ്പ് എടുത്ത ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പെർഫോമൻസ് ആൻഡ് കെയർ ലെയർ ആണ്. ലൈക്ക് ഇഗ്നോ മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട്. അത് കൂടാതെ TE ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. മോഡൽ എക്സാം പേപ്പർ അല്ലേ നോർമൽ നിങ്ങൾക്ക് പഠിച്ചവിടെയൊക്കെ നടത്തുന്ന പോലെ മോഡൽ എക്സാംസ് നടത്തുന്ന പോലെ നമ്മൾ മോഡൽ എക്സാംസ് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് TE റിലേറ്റഡ്, അതായത് ടേം ആൻഡ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. ദെൻ ഹാപ്പിനെസ് അംബാസിഡർ. ഹാപ്പിനെസ് അംബാസിഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് രീതിയിലും സഹായിക്കാൻ, അതായത് മെന്റലി ഒക്കെ സഹായിക്കാനും പഠിത്തത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്, ലൈക്ക് ഒരു കരിയർ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഫേസ് ചെയ്യുന്നതാണ്. ലോങ് ടൈം ഒരു 15-10 years ഒക്കെ ആയിട്ട് നമ്മള് ഈ ഫീൽഡിൽ നിന്ന് തന്നെ മാറി നിന്നിട്ട് പിന്നെ പഠിക്കാൻ വരുമ്പോൾ ഒരുപാട് അക്കാഡമിക് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അത് എല്ലാവർക്കും അറിയാം. സോ ചിലവർ അവിടെ സ്റ്റക്ക് ആയി പോകും. സോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. വി ഹാവ് എക്സ്പേർട്സ് ഫോർ ദാറ്റ്. ആൻഡ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അലോങ് പിന്നെയും നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാനും അതിനെ കൂടുതൽ ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ കവറപ്പ് ചെയ്യാനും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. കരിക്കുലർ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നോർമലി കോളേജസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇവന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഓണം ആവട്ടെ ഇതൊക്കെ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ വരുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രചോദനത്തിന് വേണ്ടി നമ്മൾ കോളേജിലൊക്കെ പറ്റുന്ന പോലെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഓൺലൈൻ ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ ഗിവിംഗ് യു ദ ബെസ്റ്റ്. വി ട്രൈ അവർ ബെസ്റ്റ്. ആ കരിക്കുലർ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യാൻ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്.
Then coming upskilling and career development initiatives വരുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്തെ പഠനത്തിൽ മാത്രം പോരല്ലോ, പക്ഷെ നമുക്ക് അപ്സ്കില്ലിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഉള്ള ഇനീഷ്യേറ്റീവ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മെന്റർഷിപ്പിന്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കംസ് ഇൻ ടു അക്കാഡമിക് ടൈം ടേബിൾ റോൾ ഔട്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു കലണ്ടർ, അതായത് ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ടൈം വൈസ്ലി സെറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഈസി ആയിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ടൈലേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. അത് ഗായത്രി മാം ചെയ്യും. അപ്പം ഓവർ ടു ഗായത്രി മാം. അപ്പം ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇതില് എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ്. അത് ഇന്ന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇന്ന് തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിൽ ഇൻട്രൊഡക്ഷനും ലെസൺ 1 കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് കഴിയുന്നത് എന്നാണ് നമ്മുടെ ഒരു സെപ്റ്റംബർ 9 ആവുമ്പോഴേക്കും നമ്മുടെ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കംപ്ലീറ്റ് ആവും. ദെൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആവുക എറൗണ്ട് എന്താണ് ഒരു ഒക്ടോബർ 8 ആവുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കംപ്ലീറ്റ് ആവും. ദെൻ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതും കംപ്ലീറ്റ് ആവുന്നത് ഒരു ഒക്ടോബർ 25 കൂടി അതും കംപ്ലീറ്റ് ആവും. ദെൻ വാല്യൂ എഡ്യൂക്കേഷൻ ആയിരിക്കും അടുത്ത സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വരിക. അത് എന്താണ് ഒരു അറൌണ്ട് ഒരു നവംബർ 25 കൂടി വാല്യൂ എഡ്യൂക്കേഷനും കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ഈ ടൈം ടേബിൾ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു നവംബർ 25 ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ 4 സബ്ജക്ട് കംപ്ലീറ്റ്ലി കവേർഡ് ആവും. ദെൻ നമുക്ക് വരിക ഒരു സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു സ്റ്റഡി ലീവ് അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റ് എഴുതുക എന്നുള്ള രീതിയിലേക്കായിരിക്കും ബാക്കി ടൈം നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. പിന്നെ ഈ ടൈം കൊടുത്തിരിക്കുന്നത് ഒരു ദിവസം 2 വീഡിയോ അല്ലെങ്കിൽ 2 ലെസൺസ് കാണുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 10:30 അല്ലെങ്കിൽ 7:30 എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് എപ്പോഴാണോ സമയമാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുക, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് ഒരു ദിവസം മിനിമം 2 വീഡിയോസ് കാണുക എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റിവിഷൻ ടൈം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ കളർ ചേഞ്ചിൽ കൊടുത്തിരിക്കുന്നിടത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഡേറ്റിലായിരിക്കും നമുക്ക് ലൈവ് സെക്ഷൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ഇതൊരു എന്താണ് 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഒരു 14-ാം തീയതി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 15-ാം തീയതി ആയിട്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ലൈവ് സെക്ഷൻസ് വരാം. അപ്പം ഒരു ദിവസം 2 വീഡിയോ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു 14-നുള്ളിൽ തന്നെ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലൈവില് കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങളുടെ സെക്ഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള മെന്റേഴ്സ് നിങ്ങൾക്ക് പേഴ്സണലി ഈ ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആക്ഷൻ ടാസ്ക് നോക്കാം. ആക്ഷൻ ടാസ്ക് നമ്മൾ കഴിഞ്ഞ പല സെക്ഷനാണ്, ഇപ്പം 2, 3 സെക്ഷൻ ആയിട്ട് നമ്മൾ ഓരോ ആക്ഷൻ ടാസ്ക് ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾ അതാത് മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഈ വട്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ സെക്ഷന്റെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇപ്പം ഒരു ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറെ സബ്ജക്ട്സ് കണ്ടു, 8 സബ്ജക്ട്സോളം കോഴ്സസോളം നമുക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സബ്ജക്ട്സിനെ അല്ലെങ്കിൽ കോഴ്സസിനെ റാങ്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതാണോ സബ്ജക്ട്സ് എന്നുള്ളത് അത് പറയാം. അതേപോലെ തന്നെ ലീസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണെന്നുള്ളതും നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, പഠിക്കാൻ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി സ്ലോട്ടും ആണ് എന്താണ് ഇവിടെ നമ്മുടെ ആക്ഷൻ ടാസ്കിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇതില് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഗ്നോ പ്രോഗ്രാം ഏതാണ് എന്ന് വെച്ചാൽ ബികോം ആണെങ്കിൽ ബികോം കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള മെന്റർ അല്ലെങ്കിൽ LSC ആരാണോ അവരുടെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ കുറെ ഒരു 8 സബ്ജക്ട്സോളം അല്ലെങ്കിൽ 8 കോഴ്സസോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ 8 കോഴ്സസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് സബ്ജക്ട്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 8 സബ്ജക്ട്സിനെ റാങ്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ആ ഒരു
റാങ്ക് ചെയ്ത സബ്ജക്റ്റിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അല്ലെ. അതെന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യുക, ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ചെയ്ത സബ്ജക്ട്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തതെന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ദെൻ എന്താണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ സിലബസ് എടുത്തു, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഇയർ സിലബസ് കൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങളുടെ ലേണിംഗ് ഇന്റൻഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇത് വായിച്ചു നോക്കിയിട്ട് ഇത് മൊത്തം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മൊത്തം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ നമ്മളിപ്പം ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ വർക്കിംഗ് വുമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പല തിരക്കുകളുണ്ട്. അപ്പൊ നമ്മൾ ഏത് ടൈമാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ഇപ്പൊ ഈവനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലീവ് കിട്ടുന്ന സമയങ്ങളിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോ പഠിച്ചു തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ ഞാൻ ഈ സമയത്തായിരിക്കും പഠിക്കുന്നത് എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവും അല്ലെ. ആദ്യം നിങ്ങൾ പഠിക്കുന്ന ആ ഒരു വർക്കിംഗ് സ്ലോട്ട് അല്ലെങ്കിൽ സ്റ്റഡി സ്ലോട്ട് എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കാം. ദെൻ കോൺഫിഡൻസ് റൈറ്റ് നൗ. ഇപ്പൊ നമ്മള് ഇപ്പൊ മിക്കവരും പഠിച്ചു തുടങ്ങിയവർ തന്നെയാണ്. അപ്പൊ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് വന്ന സമയത്ത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയവരായിരിക്കും മിക്കവരും. അപ്പം ഈ പഠിച്ചു തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു കാണും, ഇത് എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച അത്രയും പാടല്ല, അല്ലെങ്കിൽ എനിക്കിത് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു മെജോറിറ്റി ആൾക്കാർക്കും വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് എത്ര ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ കോൺഫിഡൻസ് റൈറ്റ് നൗവിനകത്തുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ഈ സെക്ഷനിലെ ആക്ടിവിറ്റി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. ദെൻ ഇതിനു മുമ്പും നമ്മൾ പല സെക്ഷനിൽ നമ്മൾ ആക്ടിവിറ്റി ടാസ്ക് തന്നിട്ടുണ്ട്. അപ്പം ആക്ടിവിറ്റി ടാസ്ക് എല്ലാം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാത്തവര് അതാത് ടൈം ഇതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ദെൻ നമുക്കൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ന്യൂ ഹൊറിസോൺ ലേണർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമേ നമ്മളൊരു സെക്ഷൻ തുടങ്ങിയ സമയത്ത് തന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാത്തവര് അതെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഓരോ കാര്യങ്ങൾ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത്രയും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് തരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമുക്ക് ആ ഒരു രീതിയിലെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഹൊറിസോൺ ഫോം ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു ടൈം സോണിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പം ഇത്രയും നേരം നിങ്ങൾ സബ്ജക്ട് ഡീകോഡിങ്ങും കാര്യങ്ങളും നിങ്ങളുടെ പ്രോഗ്രാം കാര്യങ്ങളും എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി ഒരുവിധം നിങ്ങൾക്ക് ഒരു 50% നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി നിങ്ങളുടെ ആക്ഷൻ ടാസ്കും ന്യൂ ഹൊറിസോൺ ഫോംസും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.